18 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിലേക്ക് മടങ്ങി. നാളെ വൈകിട്ട് 3 മണിയോടെ കാലിഫോർണിയയ്ക്ക് സമീപം സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം പതിക്കും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രം കുറിച്ച് ശുഭാംശു ഇനി ഭൂമിയിലേക്ക് എത്തുന്നു. അഖില രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനെന്ന ചരിത്രമാണിപ്പോൾ ശുഭാംശു കുറിക്കാൻ പോകുന്നത്. അദ്ദേഹം അവിടെ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം അടങ്ങിയ സംഘം പുറപ്പെട്ടിരിക്കുന്നു. ഡ്രാഗൺ ഗ്രേസ് എന്ന പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ട് ഭൂമിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഘർഷണവും 2200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും അതിജീവിച്ച് പേടകം നാളെ ഭൂമിയിലേക്ക് പതിക്കും. പെഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നാൻസ്കി അടക്കമുള്ള സംഘമാണ് ആ സംഘങ്ങളാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചിട്ടുള്ളത്. ശുഭാംശു അവർക്കൊപ്പമുണ്ട്. അത് ഇന്ത്യയുടെ അഭിമാനവുമാണ്. പെഗി വിറ്റ്സൺ ആണ് ഈ ദൗത്യത്തിന്റെ ക്യാപ്റ്റൻ. നമ്മുടെ ശുഭാംശു ആണ് മിഷൻ പൈലറ്റ് ആയിട്ടുള്ളത്. ഏറെ അഭിമാനകരമായ കാര്യമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത്. ശുഭാംശു ഉൾപ്പെടെ 4 പേരും 2:30 ഈ പേടകത്തിൽ പ്രവേശിച്ചു. ഇന്ന് 2:37 പേടകം അടയ്ക്കുകയാണ് ഉണ്ടായത്. 4:30 അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിച്ചത്. അൺഡോക്കിംഗ് പൂർത്തിയായി 22.5 മണിക്കൂർ യാത്രയാണ് ഇനി അവർക്ക് മുന്നിലുള്ളത്. ആ യാത്രയ്ക്ക് ശേഷം സംഘം ഇന്ത്യൻ സമയം നാളെ വൈകിട്ടോടുകൂടി കാലിഫോർണിയയിലെ തീരത്തിനടുത്ത് ശാന്തസമുദ്രത്തിൽ വന്ന് പതിക്കുകയാണ് ഉണ്ടാകുക. ആ പതിക്കുന്നതിന് ശേഷം പുതിയൊരു ചരിത്രം കുറിക്കും. അത് കുറിക്കുന്നത് ശുഭാംശു ആയിരിക്കും. ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അവർക്ക് ശുശ്രൂഷകൾ നൽകും. കാരണം ഭൂഗുരുത്വാകർഷണം ഇല്ലാത്തൊരിടത്തിൽ നിന്നാണ് വരുന്നത്. ആ ഉള്ളയിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യും. കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും ഈ സംഘം ഇനി ഉണ്ടാകുക. ശുഭാംശുവിനെ സംബന്ധിച്ചാണെങ്കിൽ ശുഭാംശുവിനെ നിരീക്ഷിക്കാനായി ISROയുടെ ഒരു സംഘം തന്നെ ഉണ്ടാകും. അത്തരത്തിൽ ഈ ഭൂമിയിലേക്ക് വരുന്ന ഈ സംഘത്തിനായുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നാസയാണെങ്കിലും ഇവിടെ ISRO ആണെങ്കിലും ഒരുക്കിയിട്ടുണ്ട്. ISROയുടെ സംഘം ശുഭാംശുവിനെയും പരിചരിക്കും. ISROയുടെ നിർദ്ദേശപ്രകാരം കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിലാണ് ശുഭാംശു അവിടെ പരീക്ഷണങ്ങൾ നടത്തിയത്. ആ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാണ് അദ്ദേഹം മടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയ ദൗത്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടമാണ് ശുഭാംശു ഇവിടെ കുറിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു നേട്ടത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ബഹിരാകാശത്തേക്ക് പോയത്. അദ്ദേഹം തിരികെ എത്തുന്നു. പുതിയൊരു ചരിത്രം ഇന്ത്യ കുറിക്കുകയും ചെയ്യുന്നു.